ഔസ്. ഔസിന്റെ മീനിങ് ഫ്രം, ഓഫ്, ഔട്ട് ഓഫ് എന്നൊക്കെ മീനിങ് ഉണ്ട് ഔസിന്. ഔസ് ആദ്യം ഉപയോഗിക്കുന്ന മീനിങ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്ത് നിന്ന് വരുന്നു എന്ന് പറയാനായിട്ട്. കൊമ്മെ ഔസ് അതന്നെ. അപ്പൊ ഫസ്റ്റ് യൂസ് ചെയ്യുക ഐ കം ഫ്രം ഇന്ത്യ. ഇത് എഴുതുമ്പോ എങ്ങനെ എഴുതും? ഇഷ് കൊമ്മെ ഔസ് ഇന്ത്യ. അപ്പൊ ഒരു സ്ഥലത്തിനുള്ളിൽ നിന്ന് വന്നു എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഔസ് യൂസ് ചെയ്യും കേട്ടോ. ഇത് ഒറിജിൻ ഓഫ് എ പ്ലേസ് എന്ന് പറയും. ക്ലാസ്സിന് എന്ത് ക്ലാസ് എന്ന് അറിയില്ലേ? ഇനി അവൻ ക്ലാസിന്റെ അവിടെ നിന്നാണ് വന്നത്, ഫ്രം ക്ലാസ്. അപ്പൊ ക്ലാസിന്റെ ഉള്ളിൽ നിന്നാണ് ആള് വന്നത്, സോ അവിടെയും ഹൗസ് യൂസ് ചെയ്യും കേട്ടോ. ഫ്രം വന്നാലൊക്കെ ഹൗസ് യൂസ് ചെയ്യും. പക്ഷെ മീനിങ് എന്തായിരിക്കണം? അവൻ ക്ലാസ്സിൽ നിന്ന് വന്നു, മനസ്സിലായി? ഒരു സ്ഥലത്ത് നിന്ന് വന്നു എന്ന് പറയാൻ ഹൗസ് യൂസ് ചെയ്യും. അത് നമ്മുടെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് മീനിങ്ങുകൾ എടുക്കുന്നത് കേട്ടോ. ഫ്രം എഴുതിയാ മതി. അതേപോലെ തന്നെ ഹൗസ് എന്ത് പ്രപ്പോസിഷനാ? ഡാറ്റീവാ അല്ലെ? അപ്പൊ ഹൗസ് കഴിഞ്ഞിട്ടുള്ള ക്ലാസ് എന്തിൽ എഴുതണം? ഡാറ്റീവിൽ എഴുതണം. എർ കോംറ്റ് ഹൗസ്. ദി ക്ലാസ് എന്നുള്ളത് ഡാറ്റീവിലാവുമ്പോ എന്തായി മാറും? ദർ ക്ലാസ് ആയിട്ട് മാറും. ഡാറ്റീവ് പ്രപ്പോസിഷൻ കഴിഞ്ഞ് വരുന്നതിനെ ഡാറ്റീവിൽ എഴുതുക. അക്കുസാറ്റീവ് പഠിച്ച പോലെ തന്നെ. ക്ലാസ് ഉണ്ടോ? ഈ ഉണ്ടായിരുന്നോ? ഉണ്ട്. She comes from the office. ഓഫീസിന് പറയാ ദർ ബ്യൂറോ എന്നാണ് കേട്ടോ പറയാ. ബ്യൂറോ. She comes from the office. അവൾ ഓഫീസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നു. ഹൗസ് യൂസ് ചെയ്ത് ഹൗസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന നോമിനെ ഡാറ്റയിൽ എഴുതുക. അതായത് ദർ എന്നുള്ളത് ദേം ആയിട്ട് വരും. ദേം ബ്യൂറോ. ദേമോ ഡാറ്റീവ്. ഇതൊക്കെ അല്ലേ? ഇനി ഹൗസ് അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് വന്നു എന്ന് പറയാനായിട്ട് ഹൗസ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് പറയാനായിട്ടും ഹൗസ് യൂസ് ചെയ്യും കേട്ടോ. അതായത് ഇപ്പൊ എന്താ, ഗോൾഡിൽ നിന്ന് മാല ഉണ്ടാക്കി എന്നൊക്കെ പറയില്ലേ? അതുപോലെ ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് പറയാനായിട്ട് ഫ്രം, ഓഫ്
അതായത് ഔട്ട് ഓഫ് എ തിങ്, ഒരു സാധനത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്തു എന്ന് പറയാനായിട്ട് കേട്ടോ. ഒരു വസ്തുവിൽ നിന്ന് നിർമ്മിക്കുക. ഇവിടെ മെയ്ഡപ്പ് ഓഫ് എന്ന് പറയുന്നില്ലേ, ഇത് ഹൗസ് കേട്ടോ. ഇതാണ് ഹൗസ്. ഔട്ട് ഓഫ് എന്ന മീനിങ് തന്നെയാണ്. ബോട്ടില് ഗ്ലാസ്സിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ഗ്ലാസിനെ പറയാ ദസ് ഗ്ലാസ് തന്നെയാണ് പറയാ. സ്പെല്ലിംഗ് മാത്രം വ്യത്യാസമുണ്ട്, ഒരു എസ്സേ ഉള്ളൂ. ദസ് ഗ്ലാസ്. ബോട്ടിൽ എന്തായിരുന്നു? ഫ്ലാഷ് ഫ്ലാഷ്. ഒരു സ്ഥലത്ത് നിന്ന് വരുന്നു എന്ന് പറയാൻ യൂസ് ചെയ്യും, ഒരു വസ്തുവിൽ നിന്ന് നിർമ്മിച്ചു എന്ന് പറയാൻ യൂസ് ചെയ്യും കേട്ടോ. ഈസ് വേണം. ദസ് ഗ്ലാസ് ആണ്. ഓഫ് ദ ഗ്ലാസ്. ഡാച്ചുവിലാക്കിയാ മതി. ഈ ഇവിടെ ദാ ഉണ്ടാവല്ലോ, ഇവിടെ ഹൗസ് ആയതുകൊണ്ട് ഗ്ലാസിന്റെ ഫ്രണ്ടിലെ ദസ് മാറിട്ട് എന്താവും? ദെയിം ആവും. The flash is thous them glass. അങ്ങനെയാവും. അക്യൂസാറ്റീവ് ഇല്ലല്ലോ, ഡാറ്റീവ് ഉള്ളൂ. ഹൗസ് വന്നത് കൊണ്ട് ഡാറ്റീവ്. ഡാറ്റീവ്. ഡാറ്റീവ് പ്രപ്പോസിഷൻ കഴിഞ്ഞാൽ എന്താണ്? ഡാറ്റീവിൽ എഴുതണം. ഹൗസ് ഒരു ഡാറ്റീവ് പ്രപ്പോസിഷൻ ആണ്. The bag is made up of plastic. പ്ലാസ്റ്റിക്കിനെ പ്ലാസ്റ്റിക് എന്ന് തന്നെയാണ് പറയാ, സ്പെല്ലിംഗ് മാത്രം സി മാറി കെ ആവും, അത്രേ ഉള്ളൂ. ഓഫ് ദ പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിൽ നിന്നും ബാഗ് ഉണ്ടാക്കി, ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തു. ഡിറ്റാഷ്.
എങ്ങനെയാ വന്നേ? ഡിറ്റാഷേ ഇസ്റ്റ് ഹൗസ് ഡെയിം പ്ലാസ്റ്റിക്. ഇനി ഹൗസ് യൂസ് ചെയ്യുന്ന മറ്റൊരു കേസാണ്. ഇതങ്ങനെ വലിയ ഇതായിട്ട് എവിടെയും പഠിപ്പിക്കാറില്ല. ഹൗസ് ഇപ്പോൾ രണ്ട് രീതിയിലാണ് പഠിപ്പിക്കാറ്. ഒന്ന് സ്ഥലത്തുനിന്ന് വരുന്നു എന്ന് പറയാനും, പിന്നൊന്ന് ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടാക്കി എന്ന് പറയാനും. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ആരെങ്കിലും ഒരാളെ സഹായിച്ചു. വളരെ നേരത്തെയാണല്ലോ ഗൈസ്. ഒരാളെ നമ്മള് സഹായിച്ചു, എന്തെങ്കിലും ഒരു കാരണത്താൽ സഹായിച്ചു എന്ന് പറയല്ലോ, അങ്ങനെ ഔട്ട് ഓഫ് എന്ന മീനിങ് ആയിരിക്കും അവിടെ കേട്ടോ. ഓക്കെ, ഒരു റീസൺ എഴുതിയാൽ മതി. ഒരു റീസണിന്റെ പേരിൽ ഒരാളെ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു എന്നോ പറയുമ്പോ ഞാൻ പറഞ്ഞു ഐ ഹെൽപ്പ് യു ഔട്ട് ഓഫ് എന്താ ലവ്. എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തത്. സ്നേഹം എന്ന റീസൺ കൊണ്ടാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ അവിടെ ഔട്ട് ഓഫ് എന്നുള്ള എന്തിൽ കൊടുക്കണം? ഹൗസ് കൊടുക്കണം. ഔട്ട് ഓഫ് ദ ലവ്. ലവിനെ പറയാ ദി ലീബെ. ഇതിങ്ങനെ അധികം എവിടെയും പറയാറില്ല കേട്ടോ. മീൻസ് ഗ്രാമറിൽ പഠിപ്പിക്കാറില്ല, അറിഞ്ഞിരുന്നാ മതി. എങ്ങനെ വന്ന ഐ ഹെൽപ്പ് യു?